ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മൾ നിത്യേന ശ്രദ്ധയിൽ ചെലുത്തേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മളൊരു ഖുതുബയായി ശ്രവിച്ചത്. നമ്മളെപ്പോഴും നമ്മളുടെ ശുദ്ധിയിലും വെടുപ്പിലും വൃത്തിയിലും ഒക്കെ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അതേപോലെ നമ്മുടെ വസ്ത്രധാരണത്തിലും ചേലിലുമൊക്കെ ശ്രദ്ധ ഊന്നുന്നവരാണ്. വിശിഷ്യ നമ്മൾ പല വേദികളിലും സംബന്ധിക്കുമ്പോൾ, പലരെയും സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഭൗതികമായി നമുക്ക് പല ആൾക്കൂട്ടങ്ങളിലും പങ്കാളികളാകേണ്ടി വരും. അവിടങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്നവരാണ്. ഖതീബ് ഈ ഒരു ആമുഖത്തിലാണ് തുടങ്ങിയത്. അതേറെ ശ്ലാഘനീയവും സ്തുത്യർഹവുമായൊരു വിഷയമാണ്. ഒരു വിശ്വാസി വെടുപ്പിൽ വൃത്തിയിൽ അനുവദനീയമായത് അലങ്കൃതമാക്കി കഴിയുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആളുകൾ ഈ ഒരു താല്പര്യവും വ്യഗ്രതയും കേവല ഭൗതിക വിഷയങ്ങളിൽ പരിമിതപ്പെടുത്തുകയും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടുന്ന വിഷയങ്ങളിൽ വിരക്തി കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. നിസ്കാരത്തിൽ ജുമുഅ ജമാഅത്തുകളിൽ മസ്ജിദുകളിൽ പങ്കാളികളാകുമ്പോൾ വെടുപ്പിൻ്റെയും വൃത്തിയുടെയും ശുദ്ധിയുടെയും അതേപോലെ നമ്മുടെ ഉടയാടകൾ അത് നല്ല നിലയിൽ ചേലിൽ കൊണ്ടു നടക്കുന്ന വിഷയത്തിലാണ് പലരും വിരക്തരാകുന്നത്, അലസരാകുന്നത്. അതാണ് ഇവിടെ ഇന്ന് നമ്മൾ കേട്ട സുപ്രധാനമായ വിഷയം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. യാ ബനീ ആദം, മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ മസ്ജിദിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണം. ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലവും നിസ്കാരവുമാണ് ഉദ്ദേശം. മസ്ജിദ് എന്നാൽ സുജൂദ് എന്നർത്ഥമുണ്ട്, സുജൂദ് ചെയ്യുന്ന ഇടം എന്നർത്ഥമുണ്ട്. നിസ്കാര സമയങ്ങളിലും നിസ്കരിക്കുന്ന ഇടങ്ങളിലും വിശിഷ്യ മസ്ജിദുകൾ, അവിടെ നമ്മൾ നമ്മുടെ അലങ്കാരം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ വെടുപ്പിൽ വൃത്തിയിൽ നല്ല വേഷവസ്ത്രവിധാനത്തിൽ നമ്മൾ പങ്കാളികളാകണം എന്നുള്ളതാണ്. ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാര സമയം, നിസ്കാരത്തിനൊരുങ്ങൽ, അണിഞ്ഞൊരുങ്ങൽ, പ്രത്യേകിച്ച് ജുമുഅക്ക് ഈദിന് ഒക്കെ ഒരുങ്ങൽ, മിസ്വാക്ക് ചെയ്യൽ, സുഗന്ധം ഉപയോഗിക്കൽ, ഇതൊക്കെ മുസ്തഹബാണെന്ന് രേഖപ്പെടുത്തിയത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. പലരും നിസ്കാര സമയവും നിസ്കാരത്തിനെത്തുമ്പോഴും വേഷം വളരെ വർജ്യമാം വിധം ധരിക്കുന്നത് കാണാം. ജോലിയിൽ വ്യാപൃതമായി അതിൽ പറ്റിയ അഴുക്കുകൾ, അതിലുള്ള ദുർഗന്ധം, ഇതൊക്കെ പേറി ചിലരും നിസ്കരിക്കാനെത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തിൽ പല ചിത്രങ്ങളും പല എഴുത്തുകളും ഏറെ വർജ്യമാം വിധമാണ്. പിന്നിൽ നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തെ പോലും അസാധുവാക്കും വിധമാണ് മുന്നിലെ കാഴ്ചകൾ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ് വിഷയം. നമ്മൾ കേട്ടു തിരുമൊഴി, ഇന്നല്ലാഹ അഹഖു അൻ തുസുയ്യിന ലഹു ഔ അൻ തതസയ്യന ലഹു എന്നൊക്കെ പ്രയോഗം. അള്ളാഹുവിനാണ് നമ്മൾ ഏറ്റവും അണിഞ്ഞൊരുങ്ങേണ്ടത്, അള്ളാഹു അതിന് അർഹനാണ്, യോഗ്യനാണ് എന്ന് ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്. കാരണം ഇബ്നു ഉമറിൻ്റെ മൗല നാഫിഅ ഒരൊറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ മൗലയോട് ഇബ്നു ഉമർ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ 2 വസ്ത്രം വാങ്ങിച്ചു തന്നിട്ടില്ലേ, പിന്നെ എന്താ നിങ്ങൾ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത്? ചില നിവേദനങ്ങളിൽ അങ്ങനെ ഉണ്ട്, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ്,
നിങ്ങൾ ഒരാൾ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കരുത്. വലൈസ അല ആതിഖിഹി മിൻഹു ഷൈ, ചുമലിൽ ഒന്നുമില്ലാതെ ഒരു വസ്ത്രം ഉടുത്ത് നിസ്കരിക്കരുത് എന്ന് ഹദീസുണ്ട്. അപ്പോൾ നാഫി അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞാൻ 2 വസ്ത്രം വാങ്ങിച്ചു തന്നില്ലേ, പിന്നെ നിങ്ങളെന്താണ് ഈ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത്? അവിടെയാണ് ഈ അനുബന്ധം പറഞ്ഞത്. ഇന്നല്ലാഹ അഹഖു അൻ തുസുയ്യീന ലഹു എന്ന് അല്ലെങ്കിൽ അൻ തതസയ്യന ലഹു എന്ന പ്രയോഗത്തിൽ. അപ്പോൾ ഈ ഒരു വിഷയം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതേപോലെ മറ്റൊരു വിഷയം, നിസ്കാരത്തിന് എത്തുന്നവരുടെ വാസനയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അക്കല സൂമ വൽ ബസല അവിൽ ഖുറാസ്, മൻ അക്കല സൂമ അവിൽ ബസല അവിൽ ഖുറാസ് ഫല യഖ്റബന്ന മസ്ജിദന. ഈ വെള്ളുള്ളി, ഉള്ളിപ്പുല്ല് ഇതൊക്കെ തിന്നവർ നമ്മുടെ മസ്ജിദിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം വസ്തുക്കൾ തിന്നാൽ മസ്ജിദിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത്? മറ്റുള്ളവർക്ക് അലോസകരമായ ഒരു മണമാണ് ഇത് തിന്നു വരുന്നവരിൽ നിന്നുണ്ടാകുക എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല ഉള്ളി തിന്നവൻ്റെ വായുടെ മണപ്പകർച്ച, വെള്ളുള്ളിയുടേതും തദൈവ. അതേപോലെ തന്നെയാണ് ഖുറാസ്, ഈ ഉള്ളിപ്പുല്ല് അത് വേവിക്കാതെ പച്ചയായി തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മണപ്പകർച്ച അതൊരു വർജ്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈനൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് പ്രയാസകരമായതൊക്കെയും മലക്കുകൾക്കും പ്രയാസകരമാണ്. അതുകൊണ്ട് അതൊന്നും തിന്ന് പള്ളിക്ക് വരല്ലേ എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങളുടെ വിരോധിക്കൽ. ഇവിടെ ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില വിഷയങ്ങൾ ഖതീബ് കൽപ്പിക്കുകയുണ്ടായത്. ചിലർ മുഷിഞ്ഞ് ദുർഗന്ധം പരത്തുന്ന വസ്ത്രവുമായിട്ട് വരും നിസ്കരിക്കാൻ. ചിലരുടെ സോക്സ് ഉപയോഗിച്ച് ദുർഗന്ധം പേറി ആ സോക്സ് ഇട്ട് സുജൂദ് ചെയ്യുന്നവൻ്റെ അടുക്കൽ സുജൂദ് ചെയ്യുന്നവൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമായിരിക്കും. ഇതേപോലെ തന്നെ ചിലർ ദന്തശുദ്ധി വരുത്താതെ വായു വൃത്തിയാക്കാതെ നിസ്കരിക്കാൻ വേണ്ടി വരും. ഉള്ളിയും വെള്ളുള്ളിയും ഒക്കെ തിന്നൽ അടിസ്ഥാനം അനുവദനീയമായ വിഷയമാണ്. അത് നമുക്ക് തിന്നാം, ഉള്ളി തിന്നാം, വെള്ളുള്ളി തിന്നാം, വേവിക്കാതെ തിന്നാം. എന്നിട്ടും അത് തിന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരരുത്, അതിൻ്റെ മണം അലോസകരമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ പിന്നെ ഈ ഏറെ വർജ്യമായിട്ടുള്ള മണപ്പകർച്ച വായ വൃത്തിയാക്കാതെ, നാവ് വൃത്തിയാക്കാതെ, പല്ല് വൃത്തിയാക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതെത്ര പ്രയാസകരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളി തിന്ന് വരുന്നവരെ പള്ളിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കാൻ, ബഖീ ഖബർസ്ഥാൻ്റെ ഭാഗത്തേക്ക് മസ്ജിദ് നബവിയിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ കൽപ്പിച്ചു എന്നൊക്കെ തിരുമൊഴികളിൽ കാണാം. അത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയുള്ളവരായി, വെടുപ്പുള്ളവരായി, പരിമളം മുറ്റിയവരായി മസ്ജിദിലെത്തുക എന്നുള്ളതാണ് അഭികാമ്യം എന്ന വിഷയം നിസ്തർക്കമാണ്. ഇവിടെ മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടുന്നത് പറഞ്ഞത് തസാഉബിനെ കുറിച്ചും ജുഷാവിനെ കുറിച്ചുമാണ്. തസാഉബ്, ചില ആളുകൾ ആവിട്ടുകൊണ്ടിരിക്കും മസ്ജിദിൽ വന്നിട്ടുണ്ടെങ്കിൽ ആവിടുക. അതേപോലെ തന്നെ ചിലർ ജുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏമ്പക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഒരാൾ ഇങ്ങനെ ഏമ്പക്കം വിട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, കുഫ അന്ന ജുഷാഅക്, ആ ഏമ്പക്കം ഒന്ന് പിടിച്ചു വെക്ക് എന്ന് പറഞ്ഞ്, പൊത്തി പിടിക്കാൻ പറഞ്ഞ്, അടക്കി പിടിക്കാൻ പറഞ്ഞ്, അതിങ്ങനെ സദസ്സിലേക്ക് ഗമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് തസാഉബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന തസാഉബ മിന ശൈത്താൻ. ആ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോട്ടുവായിട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ഫല്യറുദ്ദഹു മസ്തത, കഴിയുന്നത്ര അത് അടക്കി പിടിക്കണം എന്ന് തിരുമൊഴിയിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ എത്ര സൂക്ഷ്മമായി ഈ വിഷയങ്ങളാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഓരോ സന്ദർഭങ്ങളിലും പെരുമാറ്റങ്ങളിലും ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ മനുഷ്യരോട് ചേർന്ന് നിൽക്കുമ്പോഴുമൊക്കെ നമ്മൾ പാലിക്കേണ്ടതായി ഇതുപോലത്തെ അദബുകൾ, മര്യാദകൾ. അതേപോലെ ശബ്ദം ഉയർത്തുന്നത് മസ്ജിദിലെത്തിയാൽ വിശിഷ്യ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് ഓതുന്നവരെ കേട്ടു, നിസ്കാരത്തിൽ ഓതുന്നവരെ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ലാ യൂസി ബഅദുക്കും ബഅദൻ, നിങ്ങളിൽ ചിലർ ചിലരെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞത്. വലാ യർഫ ബഅദുക്കും അലാ ബഅദിൻ ബിൽ ഖിറാഅ, ഓതി ചിലർ ചിലർക്ക് മേൽ ശബ്ദം ഉയർത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത്. നിസ്കരിക്കുമ്പോൾ അടുത്ത് നിസ്കരിക്കുന്നവന് ഇഷ്കാലാകും വിധം, അവൻ്റെ ഭക്തിയെ ബാധിക്കും വിധം, ഹനിക്കും വിധം ശബ്ദം ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഖതീബ് ഉണർത്തിയത്, പിന്നെ നിസ്കാരം കുറച്ച് നീണ്ടിട്ടുണ്ടെങ്കിൽ ഇമാമ് റുക്കൂ ചെയ്യാൻ കുറച്ച് നീണ്ടു വെക്കുക, അല്ലെങ്കിൽ റുക്കൂവിൽ നിന്ന് തല ഉയർത്താൻ നീണ്ടു വെക്കുക, മൂപ്പര് മുറൽ പിന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. അറബികളെക്കുറിച്ച് ഇന്നല്ലാഹ മഅ സാബിരീൻ എന്ന് ചിലർ ഓതും ചെയ്യും. പിന്നെ അല്പം ഇത് പിന്നെ ഓത്ത് അല്ലെങ്കിൽ നിസ്കാരം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഒരു പിന്നെ ഉദാഹരണമായിട്ടൂടെ പറയണ്ടായി. ഏതായാലും പിന്നെ ഇതൊക്കെ എന്താ, ഈ മുരൾച്ച, ഈ തൊണ്ടാനക്കൽ, ഇതൊക്കെ ഭക്തിപുരസരം നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്തിയെ ഹനിക്കലാണ്, അവർക്ക് അരോചകം ഉണ്ടാക്കലാണ്. ഇതൊന്നും പാടുള്ളതല്ല, അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മസ്ജിദിലെത്തുന്നവർക്കുള്ള ഒരു പിന്നെ മര്യാദ, നിസ്കരിക്കുന്നവർക്കുള്ള ഒരു മര്യാദയായിട്ട് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അതേപോലെ മസ്ജിദിൽ കുട്ടികളുമായി വരുന്ന വിഷയം പറഞ്ഞു. മസ്ജിദിൽ കുട്ടികൾ കൊണ്ടുവരപ്പെടണം. മസ്ജിദുകളിലാണ് കുട്ടികൾ ഉണ്ടാകേണ്ടത്. ഒരിക്കലും മസ്ജിദുകൾ കുട്ടികൾക്ക് വിലക്കപ്പെടാവതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികളെ പള്ളിക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രീതി അത് പാടുള്ളതല്ല. കുട്ടികൾ വളരേണ്ടതും കുട്ടികൾ അനുഭവിച്ച് അറിയേണ്ടതുമായ ഇടമാണ് മസ്ജിദ്. പക്ഷേ കുട്ടികളെ മസ്ജിദുമായി ബന്ധപ്പെടുത്തുമ്പോൾ, മസ്ജിദിൽ ആളുകളാക്കുമ്പോൾ എങ്ങനെ മസ്ജിദിനോട് പെരുമാറണം, മസ്ജിദിലുള്ളവരോട് പെരുമാറണം, എങ്ങനെ നിസ്കാരത്തിൽ വർത്തിക്കണം, ഇതൊക്കെയും കുട്ടികളെ പഠിപ്പിച്ച് ശീലിപ്പിച്ച് അങ്ങനെ കുട്ടികളെ മസ്ജിദുകളിൽ നമ്മൾ പിന്നെ വളർത്തണം എന്നുള്ളതാണ് കേട്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രയാസമാകും വിധം, നിസ്കരിക്കുന്നവർക്ക് ശല്യമാകും വിധം നമ്മുടെ കുട്ടികളെ പള്ളിയിൽ മേയാൻ വിടാൻ പാടുള്ളതല്ല. കുട്ടികളെ ശ്രദ്ധിക്കാതെ സഫുകൾക്കിടയിൽ അങ്ങനെ ഒഴിച്ചിടാൻ പാടുള്ളതല്ല. നമ്മളൊപ്പം നിർത്തി കുട്ടികളെ നമ്മൾ അദബുകൾ മര്യാദകളൊക്കെ ശീലിപ്പിക്കണം എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയുണ്ടായത്. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്ന സമയം, അതേപോലെ മസ്ജിദിനോട് അടുക്കുന്ന സമയം, ജുമുഅ ജമാഅത്തുകളിലൊക്കെ നമ്മൾ പങ്കാളികളാകുന്നവരാണ്. ജമാഅത്തുകൾ ദിനേന നമ്മൾ, നിസ്കാരം ദിനേന നമ്മൾ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളാണ് ഇവിടെ ഇന്നൊരു ഖുത്ബയായി നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും നമുക്ക് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ നൽകി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെയും നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു മൺമറഞ്ഞവരുടെ ഖബറിടങ്ങളെ അള്ളാഹു അവൻ്റെ വിശാലമായ ഒരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ എല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. അസ്സലാമു അലൈക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.